നമ്മൾ അടി ഉണ്ടാക്കിയതിനു ശേഷം പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞടക്കില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞാൽ കേൾക്കില്ല, അതാണ് നെഗറ്റീവ്. മെയിൻ നെഗറ്റീവ് അതാണ്. ഇപ്പൊ 4 കൊല്ലം കൊണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പച്ചന്റെയാണ്. പച്ചടയോ നീ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ പറയട്ടെ. അല്ല ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ കിഷോറിന്റെ മേലെ ഇടുന്നാണ് വിചാരിച്ചത്. ഞാൻ നെട്ടി തരിച്ചു, ശരിക്കും ആൾ എന്റെ മേലെ കൊണ്ടിട്ടു. ഞാൻ ശരിക്കും അങ്ങനെ ഷോക്ക് ആയിരുന്നു, ഞാൻ പേടിച്ചു. ആ വീട് തന്നെ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാണ്ടിരുന്നുണ്ട് ഞങ്ങള്. കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് 100 രൂപ കടം മേടിച്ച് പെട്ടെന്ന് ഒരു ചെറിയ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്റെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഗിഫ്റ്റ് ചെയ്തെന്നാ ഡയമണ്ടിന്റെ മോതിരം എനിക്ക് ഗിഫ്റ്റ് ചെയ്ത. കൂടെ ഒരാളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ എത്താം. വീട്ടിൽ നിന്ന് അടിച്ചു മരുന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് പൈസ കിട്ടും. വീട്ടുകാരൊക്കെ അറിയട്ടെ പൈസ അടിച്ചു മരുന്ന് പറയുമ്പോ ഉള്ള ഒരിക്കലും ഹസ്ബൻഡും വൈഫും തമ്മിൽ എപ്പോഴും നല്ലൊരു ബോണ്ട് തന്നെ ആയിരിക്കണം. ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല ആരെയാണ്. ആൾക്കാർ ചോദിക്കില്ല ഇങ്ങനെ 4 വർഷമായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കില്ലേ? പക്ഷെ അവര് ചോദിക്കണോണ്ട് നമ്മളൊരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പൊ ജാനീനെ കിഷോർ വളർത്തുന്ന പോലെ ഞാനും എൻ്റെ കൊച്ചിനെ വളർത്തും. എന്ന് വെച്ചാൽ അവൻ ഭയങ്കര കെയറിങ് ആണ്. പക്ഷെ ആവശ്യമുള്ളവിടെ ചൂടാവും, ആവശ്യമില്ലാത്തവിടെ കിഷോറെ നീ നോക്കി വെച്ചോ, 2ാമത്തെ കുട്ടിയാകുമ്പോൾ നമ്മൾ ആരെങ്കിലും ക്രഷ് ആയിട്ട് പിന്നീടൊക്കെ വന്നിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടും വരുമല്ലോ ആൾക്കാരൊക്കെ. മെസ്സേജ് വരാറില്ലേ, പച്ചന് അങ്ങ് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്, പച്ചനോട് ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞിട്ട്. മുടിയാണ് ഇഷ്ടമല്ലായിരിക്കും. നമ്മള് എപ്പോഴാണ് കിഗോയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോയില് ആരോ പച്ച എങ്ങനെ ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് വായിച്ചതാ. ഓരോരുത്തർക്കും ഉള്ളതല്ലേ ക്രഷ് അടിച്ചു. മിക്ക ക്രഷ് അടിച്ചെന്ന് പറഞ്ഞ് വരാറുണ്ടോ? വരാറുണ്ട്. ഇപ്പോഴും ചിലർക്കൊന്നും അറിയില്ല. ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഇവിടെ സിംഗിൾ അക്കൗണ്ട് ഉണ്ട്. സിംഗിൾ അക്കൗണ്ടിൽ ഇവിടെ തന്നെയുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പച്ചനെ കൊണ്ടുവന്നിട്ടേ ഇല്ല. പിന്നെ ഈ ടാറ്റുവിന്റെ വീഡിയോ മാത്രം ഞാൻ സ്റ്റോറി ഇട്ടു. വേറെ ഒന്നും ഞാൻ ഒറ്റയ്ക്കുള്ള മാത്രമേ ഇടാറുള്ളൂ. അതല്ലാണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് മെയിൻ അക്കൗണ്ടില്, എനിക്ക് ഈ അക്കൗണ്ടിലെ സമയത്ത് മെയിൻ അക്കൗണ്ടില് വലിയ ലവ് ലെറ്റർ പോലെയൊക്കെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ട്. അത് നോർമലി എല്ലാവരും ബാഡ് ആയിട്ടല്ലല്ലോ. ഇപ്പൊ ബോയ് ആയാലും ഗേൾ ആയാലും അവരെ പ്രപ്പോസൽ അത് കഴിഞ്ഞ് പച്ച പറയും, പച്ച വോയിസ് അയക്കും. അപ്പൊ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് അയക്കുമ്പോ ഞാൻ വോയിസ് അയക്കും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. വേണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാം. അപ്പൊ സോറി കേട്ടോ, സോറി ഒരു തെറ്റ് പറ്റി, അതവിടെ തീരും. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള സ്വഭാവം ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം എന്ന് പറയും. പച്ച പറഞ്ഞു അല്ല, ഏതായാലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ ഒരു മനുഷ്യന്. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. എന്തായാലും 2 കാര്യം ഒന്നായാലും അതന്നെ ഞാൻ പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് തന്നെ, പക്ഷെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്പാരിറ്റീവ്ലി എല്ലാവരെയും കാട്ടിയിട്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എല്ലാ കാര്യത്തിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാണ്ട് പച്ച ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കില്ല. ഞാൻ കുറെ കപ്പിൾസിനെ കുറെ പേരിനെ കണ്ടിട്ടുണ്ട്. അവര് എവിടെയാണോ ആരുണ്ടെന്നൊന്നും നോക്കില്ല. അവര് മുഖത്തടിച്ച് അവരോട് പറയാനുള്ളത് ആരാണെങ്കിലും പറയും. ആരും നോക്കില്ല, ജസ്റ്റ് ഇങ്ങനെ പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇതുവരെ എന്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. ആൾക്കാരുടെ മുന്നിൽ ഹേർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നെഗറ്റീവ് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അടി ഉണ്ടാക്കിയതിനു ശേഷം പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞടക്കില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഞങ്ങളിപ്പോ ഒരു ദിവസം അടി ഉണ്ടാക്കി ആ ദിവസം ഞങ്ങള് സോൾവ് ചെയ്തിട്ടേ ഉറങ്ങൂ. അതിപ്പോ പുലർച്ചെ 4 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. 12 മണി ഉപദേശം. അച്ഛൻ എത്ര ഉപദേശിക്കും, കൊറേ ഉപദേശിക്കും. എല്ലാ പക്ഷെ എന്താ പറയാ, ആ ദിവസം സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ ഉറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞങ്ങളുടെ. മിക്കിയുടെ പോസിറ്റീവ് നെഗറ്റീവ്. മിക്കിയുടെ പോസിറ്റീവ് എന്തുവാ ഇത്? മിക്കിയുടെ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ എനിക്ക് ചെറിയ വീടാണെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് എൻ്റെ വീട്ടില് ഫുഡ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പച്ചക്കറി എന്തെങ്കിലും കറിയൊക്കെ ആയിരിക്കും. അപ്പൊ ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളുടെ അമ്മ വിളിക്കുന്ന സമയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വിളിക്കും. ഇവളുടെ അമ്മയൊക്കെ പെട്ടെന്ന് വിളിച്ച സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ എന്താ കറിയെന്ന് ചോദിക്കും.
ഇപ്പൊ ഇവള് പറയും വീട്ടിൽ ചിക്കനാണ് കറി, പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ബീഫാണ് കറി. ആ ഒരു രീതിക്കായിരുന്നു ഇവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും താത്തി സംസാരിക്കാറില്ല. അതാണ് ഇവളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയാം. കറി എന്തായാലും അത് മറച്ചു വെച്ച് ഇങ്ങനെയാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഞാൻ ഇരിക്കണത് എന്നുള്ള രീതിക്ക് ഇവള് പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ച്. പക്ഷെ ഇപ്പോ ഞങ്ങൾ ഓക്കെയാണ് കേട്ടോ. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് സത്യം പറയാൻ പറ്റുന്നുണ്ട്. അതിന് മുന്നേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും നുണയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫുഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇപ്പൊ എന്തുണ്ടെങ്കിലും സത്യം പറയാം. ഇപ്പൊ അമ്മ പറയുന്നത് അങ്ങനെ, ഐ മീൻ ഒരുപാട് ഫുഡ് കഴിക്കണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ആയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി. രണ്ടാമത്തെ കാര്യം എന്താ, ഇതാണ് പോസിറ്റീവ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ചെറിയ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ സൈഡ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരു നല്ല വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് തായ്ക്കുവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിരുന്നു, അതിൽ ഓക്കെ ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടാണ്. നെഗറ്റീവ് ഒന്നും ഇല്ലല്ലേ? നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല, പറഞ്ഞാൽ കേൾക്കില്ല, അതാണ് നെഗറ്റീവ്. മെയിൻ നെഗറ്റീവ് അതാണ്. ഇപ്പൊ 4 കൊല്ലം കൊണ്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതുവരെ മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു ചാടി എല്ലാം സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് ആലോചിക്കും ഞാൻ സംസാരിക്കുന്നത് ശരിയാണോ. അത് കാരണം തന്നെ ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാനെല്ലാം ഓപ്പൺ ആയി സംസാരിക്കും, ഒളിച്ചു വെക്കില്ല. ഐ മീൻ ഇപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നി അപ്പൊ തന്നെ ഞാൻ സ്പോട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ഹേർട്ട്. ഇപ്പൊ എന്റെ ക്യാരക്ടർ അറിയുന്ന ഒരാളാന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്. ഇപ്പൊ കുറച്ചുള്ളവർക്കൊക്കെ അറിയാം എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം. മൂത്തടിച്ച പോലെ കുറെ കാര്യങ്ങൾ. ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞ കിഗോയും കിഗോയും ദിൽബിനും ആണ് ഇപ്പൊ ഉള്ളത്. ദിൽബിൻ, ദിവ്യ, കിഗോ, ആ ഫാമിലി, കിഷോർ, അപ്പൊ ഇവരാണ് കൂടെ നിൽക്കുന്നത്. അവരുടെ അടുത്ത് വരെ എങ്ങനെയാണ് സംസാരിക്കുക. പക്ഷെ കിഷോർ ആ ഒരു രീതിയിൽ എന്റെ അച്ഛൻ മാതിരിയാ. ഇവിടെ ഒരു ദിവസം ഇങ്ങനെ കിടന്നിട്ട് എടി ഞാൻ നിന്നെ എന്തെങ്കിലും പറയണേലും നിനക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നോട് പറയണം എന്ന് പറയാം. അപ്പൊ അവനോട് ഇവള് പറയാ, നീ എന്റെ അച്ഛനെ പോലെയാണ്, എനിക്ക് നീ പറഞ്ഞ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ. അതുപോലെ തന്നെ അവൾ എന്റെ അമ്മയും, ഗോപിക ഒരു അമ്മയും അല്ലെങ്കിൽ ഒരു ചേച്ചി ഫീലാണ് ഞങ്ങൾക്ക്. ഇവള് എന്ത് പറഞ്ഞാലും അവർ ആ ഒരു രീതിയിൽ എടുക്കുള്ളൂ. ഇവള് കറക്റ്റ് ആയിട്ട് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എവിടെ ചൂടാവും, എന്ത് പറയും, ആ സമയത്ത് അവർ സൈലന്റ് ആവും, അവർ മിണ്ടാണ്ടിരിക്കും. അവൾ എന്തോ പറയട്ടെ, അത് അവളുടെ കാര്യം, അവൾ എന്താ ചെയ്തോട്ടെന്ന് പറയും. ചൂടാവാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ എന്തോ പറയും ഇപ്പോ, ഇങ്ങനെ പറയുള്ളത്. കിഷോർ അങ്ങനെയാണ്. കിഷോർ ആരെന്ത് പറഞ്ഞാലും അവന് ഫീൽ ആവില്ല, അവനെ ഫീൽ ആക്കാൻ പറ്റില്ല. കാരണം അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതുകൊണ്ട് നല്ല രീതിക്ക് സ്ട്രഗിൾ അവന് അറിയാം ഒരാൾ എന്ത് പറഞ്ഞാൽ എങ്ങനെ നിക്കണം എന്നുള്ള രീതിക്ക് അവൻ ഒരാൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന അവനറിയാം. അവൻ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസിഡന്റിൽ അവൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഐ മീൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളൊരു സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയ സമയത്ത് അവനായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. നല്ല ഡൗൺ ആയിരുന്നു. ഇവള് ഭയങ്കര ഡൗൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവളിനാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇൻഫ്ലുവൻസേഴ്സിനിടയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അത് ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കം അങ്ങനെയും പറയാം. ആ സമയത്ത് വൻ പ്രശ്നമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും പോയി, ഞങ്ങൾ ഒറ്റയ്ക്കായി. ഇവര് മുമ്പേ ഉണ്ട് ഞങ്ങൾക്ക്. എന്നിട്ട് ഇവരുടെ കൂടെ ഞങ്ങൾ നേരെ കയറി. ഇവര് ആ സമയത്ത് ഇവര് തന്നെ ഉണ്ട് കൂടെ. ദിവ്യയും ദിൽവ അവര് സപ്പോർട്ടാണോ? അവര് ഭയങ്കര സപ്പോർട്ട്. അവര് പാവങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷനും അങ്ങനെയാണ്. അവർക്കും കുറെ പണികളും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കുന്ന ടീംസാണ്. അപ്പൊ നമ്മൾ ഡൗൺ ടൈം വരുമ്പോഴാണല്ലോ ഫ്രണ്ട്സ് കൂടെ നിൽക്കേണ്ടത്. ആ സമയത്ത് അവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവർ പറഞ്ഞു, നീ പേടിക്കുക വേണ്ട, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, നിന്നെ മനസ്സിലാക്കണ ആരാണോ അവന്റെ കൂടെ നീ നിൽക്കുന്നുള്ള രീതിക്ക് ഞങ്ങൾ ഓക്കെ ആക്കി. ആ സമയത്ത് ഇവർ അങ്ങോട്ടും പോയി, ഞങ്ങൾ രണ്ട് ടീമും കൂടിയിട്ട് തിരുവനന്തപുരം പോയി. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ചും കൂടി ബോണ്ട് ആവുന്നത്. പിന്നെ ഞങ്ങൾ ഓക്കെ. പിന്നെ അവരിങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, ഇതന്നെയായിരുന്നു. ലൂപ്പായിരുന്നു. ഇപ്പൊ ഈ അടുത്താണ് ഒരു മരിപ്പ് എന്തോ വന്നിട്ടാണ് അവര് തിരിച്ചു പോണത്. അതുവരെ 2-3 മാസമായിട്ട് ഒരുമിച്ചാണ് ഇപ്പൊ ഞങ്ങള്. ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു നിമിഷം ഏതാണ്? ഫ്രണ്ട്സിന്റെ കാര്യം പറയാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാനിങ്ങനെ വീട്ടിലിരുന്ന ആ സമയം പറഞ്ഞല്ലോ, സിറ്റുവേഷൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് ഭയങ്കര വിഷമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഞാൻ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടുകാരനെയൊക്കെ വിളിച്ച് ഒന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഈ സിറ്റുവേഷൻ ഇവളുടെ വീട്ടുകാർക്ക് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് കുറച്ച് കയറി വരാൻ വേണ്ടി കുറേ പാടുപെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പോലും മര്യാദയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടൊരു സാധനം മേടിക്കാൻ പറ്റില്ല, പൈസ ഇല്ല കയ്യിൽ. ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്ക് അടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും പൈസ ഇല്ല. ഇവൾക്കൊരു ഡ്രസ്സ് മര്യാദയ്ക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് സ്റ്റേബിളായി ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഈ ഒരു സമയം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എല്ലാം പോയി, ഞങ്ങളുടെ നിന്ന് കുറേ കാര്യങ്ങൾ പോയി. ഫ്രണ്ട്സ് പോയി,
ഇങ്ങനെ വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ ഫ്രണ്ട്സുകൾ നഷ്ടപ്പെടും, ഫ്രണ്ട്സ് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുക അങ്ങനെയൊക്കെ ഉണ്ടാവും? കുത്തലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും വളരുമ്പോൾ നഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വളർന്നപ്പോഴാണ് ഇപ്പോൾ വളരുന്നേക്ക് തൊട്ട് മുന്നാണ് എല്ലാം നഷ്ടപ്പെട്ടത്. അത് നന്നായി തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സപ്പോർട്ടായിട്ട് നിൽക്കണം. ഇത് സപ്പോർട്ടല്ല, നമുക്ക് എങ്ങനെ നമുക്ക് പണി തരാമെന്ന് അങ്ങനെ നിൽക്കുന്ന ഫ്രണ്ട്സ് വേണ്ടാന്ന് വെച്ചു, അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കിഗോയും ഡിയാൻഡിയും അവർ രണ്ടുപേരാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അവർ ഓക്കെയാണ്. അവർ പിന്നീന്ന് കുത്തില്ല എന്തായാലും. അവരിനി പിന്നീന്ന് കുത്തിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോർമലി ആരും നമുക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യാത്തതാണ്. മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല. പിന്നെ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അവർ രണ്ടുപേരും. ബാക്കിയുള്ളവർ എനിക്ക് അത്ര സപ്പോർട്ട് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഓക്കെയാണ്. മിക്കി നമ്മളെ കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മളെ പലപ്പോഴും ചതിക്കുക, കൂടെ നിൽക്കുന്നവർ. അങ്ങനെ മിക്കിക്ക് എന്തെങ്കിലും ലൈഫിൽ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തന്നെ. ഇപ്പൊ പച്ച പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആരിനും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പച്ചന്നെയാണ്. പച്ചടയോ? നീ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ പറയണ്ടേ? അല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ മാത്രം വിശ്വാസമുള്ളൂ. ഫ്രണ്ട്സ് എത്ര, അതിപ്പോ ആരായാലും, ഇപ്പൊ കിഗോ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നീ ഒരാളിനെ വിശ്വസിക്കണ്ട. ഈ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവനാണെങ്കിൽ അവൻ പറയും ഞാൻ ആരെയും വിശ്വസിക്കില്ല. നമ്മുടെ ലൈഫിൽ അവർക്കും കുറെ പണി കിട്ടിയിട്ടുണ്ട്, നമുക്കും കുറെ പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 3 ടീമിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറയും സ്വന്തമായിട്ട് വിശ്വസിക്കുക. ആരുടെ അടുത്ത് ഓവറായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ലാസ്റ്റ് നിങ്ങൾക്ക് അടിയായിട്ട് വരും. അത് ഞങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി. ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടോ വരട്ടെ, നമുക്ക് ഒപ്പം എന്ത് കാര്യമാണെങ്കിൽ നിൽക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ബൗണ്ടറി വെക്കണം അല്ലേ ഫ്രണ്ട്സിന്റെ അടുത്ത്. ഇപ്പൊ ഇവരുടെ അടുത്ത് അത്ര ബൗണ്ടറിയും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യവും ഓപ്പൺ ആണ്. പക്ഷെ വിശ്വാസം ഉണ്ട് വരുന്നത് നമുക്ക്. ഇവർ വേറൊരു സ്ഥലത്ത് പോയിട്ട്, കാരണം ഇതേ സെയിം സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായതുകൊണ്ട് ഇവർ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ താത്തി എന്തായാലും പറയാൻ പോകില്ല. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ പോട്ടെ എന്നുണ്ടാ നമ്മള്. നമുക്ക് നമ്മളെ ഉണ്ടാവുമെന്ന് പറയും എപ്പോഴായാലും, എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും. അത് ഞങ്ങൾ കുറെ നാൾ അവിടെ പോയി നിന്നില്ലേ, തിരുവനന്തപുരമൊക്കെ പോയി നിന്ന് തിരിച്ചു വന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുവരെ എൻ്റെ വീട്ടിലൊരു സാധനങ്ങളോ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഞങ്ങൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ കറങ്ങാൻ പോക്ക്, സ്വന്തം കാര്യം നോക്കലേ ഇല്ല. ഫുൾ കണ്ടന്റ് ഒന്നും എടുക്കലില്ല, സ്വന്തം കാര്യം നോക്കലില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ പെട്ടെന്ന് മൊത്തത്തിൽ മാറി. അവര് പോയപ്പോ മൊത്തത്തിൽ ചേഞ്ച് ആയി. നല്ല ചേഞ്ച് ആയിരുന്നു. എല്ലാം വേണമെന്നായി. പക്ഷേ നമുക്ക് ഒരു സാധനം തിങ്സ് ഒന്നുമില്ല. ഫുഡ് വെക്കാനുള്ള എല്ലാ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്നും വെക്കണില്ല. ഞങ്ങൾ ഫുൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയതാണ് പുറത്തുനിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. അതുകൊണ്ട് തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഫ്രിഡ്ജ്, മറ്റേ ഓരോരോ സാധനങ്ങൾ, ഫ്രിഡ്ജും ടേബിള് കാര്യങ്ങളെല്ലാം മേടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ, ബെഡ് കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പം വീട്ടിലെല്ലാ സാധനവും ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം വാങ്ങിക്കാനുള്ളൊരു ഇത് വന്നു, വാശി വന്നു. നമുക്ക് രക്ഷപ്പെടണം. നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒഴിവാക്കിയത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയും നമ്മൾ ഒഴിവാക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കരുത്. ഇനി നമ്മൾ ആരുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ താന്നു കൊടുക്കരുത്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ രീതിയിൽ, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഒരാളിനെ നമ്മൾ നോക്കിയിരിക്കാൻ പറ്റില്ല. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവസാനം വരെ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, നമ്മളെ ഉണ്ടാവുള്ളൂ. ആ ഒരു ദിവസം രാത്രി കിടന്ന് ഞങ്ങൾ ചർച്ച ചെയ്താണ്, നമ്മുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മാത്രമാണ്, ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്താണെങ്കിലും കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അതേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ മാറി. ഇനി ആരും വേണ്ട. പൈസ ഉണ്ടെങ്കിലേ ആൾക്കാർ കൂടെ വരുള്ളൂ. സത്യം, പൈസ ഉണ്ടെങ്കിലാണ്. ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിന് ഞാൻ അങ്ങനെ പറയില്ല. അവർ പൈസ ഇല്ലാത്ത സമയത്താണ് ഞങ്ങളെ കൂട്ടിയത്. ഇപ്പോൾ ഞങ്ങളുടെ പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ പ്രശ്നം വരാണ്ടിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്ത് കാര്യമാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഞങ്ങൾ അങ്ങനെയാണ്. ഞാനും കിഗോയും ഡിയാൻഡിയും ഞങ്ങൾക്ക് ഫസ്റ്റ് അറിയാം പ്രശ്നം വരുന്ന അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ സ്പ്ലിറ്റ് ഇട്ട് വയ്ക്കും. ഇത്ര എമൗണ്ട് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് ആ എമൗണ്ട് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരുടെയും കറങ്ങാൻ പോകും. ഞങ്ങൾ ഒരു മാസത്തിന്റെ അടുത്ത് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾക്ക് ആകെ ചെലവ് 3 ടീമിനും കൂടിയിട്ട് 24 എത്രയാണ് ചെലവ് വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻജോയ്മെന്റ് എന്ന് പറയുന്നത് പാടത്ത് പോയി കളിക്കുക, ഫുഡ് കഴിക്കുക, പിന്നെ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോവുക. വലിയ ചെലവില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്, ചായ കുടിക്കുന്നത് മാത്രമേ ചെലവുള്ളൂ. ഇത്രയും ഇപ്പോൾ 1.5 മാസം നിന്നിട്ട് ഞങ്ങൾക്ക് ആകെ ഇത്ര ചെലവ് വന്നില്ല. അത് വെച്ച് കഴിഞ്ഞാൽ 6 പേരും കൂടി ഇത്ര ചെലവ് വന്നിട്ടുള്ളൂ. ഞാനൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന സമയത്തൊക്കെ എനിക്ക് 10 മേലെ എനിക്ക് ചെലവ് വന്ന സമയങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഗോവയിലൊക്കെ ട്രിപ്പ് പോയ സമയത്ത് തിരിച്ചു വന്നിട്ട് എന്റെ മാല പണയം വെച്ചിട്ടാണ് ഞാൻ പൈസ കൊടുത്തത്. അത്രയും ചെലവുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ചെലവില്ല. മാറ്റി വെക്കുക. ഇതിന് നമ്മൾ 2000 വെച്ചിടുക. ഒരാൾ 2000 വെച്ചിടും. 2, 4, 6 6000 വെച്ചിട്ട് നമ്മൾ
1-2 ആഴ്ചയൊക്കെ അത് വെച്ച് ഓടും. ഒരു വിഷയമില്ല, നമുക്ക് പൈസ അധികം ചെലവാകണമെന്നില്ല, ഫ്രണ്ട്ഷിപ്പും കട്ടാവണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസന്റെ പേരിലാണ് എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് കട്ടാവണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുമ്പേ എന്റെ അക്കൗണ്ടിലേക്ക് എല്ലാവരും കൂടി പൈസ അയച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൊടുക്കുകയും ചെയ്യും. എല്ലാവരും ഒരുമിച്ചിരുന്ന് കണക്ക് നോക്കും. ഇന്ന് ഇത്ര ചെലവായിട്ട്, ഇന്ന് അത്ര ചെലവായിട്ട്, അവർക്ക് അത്ര കൊടുക്കണം, ഇവർക്ക് ഇത്ര കൊടുക്കണം. അന്നത്തെ ദിവസം ഒരാഴ്ചയിൽ ഒരു ദിവസം ഇരിക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യും. നോക്കുമ്പോൾ ലാസ്റ്റ് 1000 രൂപയുണ്ട്. അതും എന്നാൽ പിന്നെ 2 ദിവസം ഇതും കൂടെ ഓടാം. എന്നിട്ട് അത് ഓടി കഴിഞ്ഞ് അതിന്റെ വരുമ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇടും. അങ്ങനെ 3 വട്ടം കൂടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞ്. പിന്നെ ഞാനും കിഷോറായിരുന്നു ഒരുമിച്ച്. ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ഇടാൻ സമയം കിട്ടിയില്ല. അതിന് മുന്നേ എല്ലാം ചെലവായി. അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുക ചെയ്യാം. സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ പൈസയുടെ പേരിൽ ആദ്യം ഒരാള് ചിലപ്പോൾ നന്നായിട്ട് ചെലവാക്കും, പിന്നീട് മറ്റുള്ളവരോട് ചെലവാക്കണ്ടെന്ന് പറഞ്ഞാലും ഇഷ്യൂ വരും. പിന്നീട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ടെന്നുകൊണ്ട് ഞങ്ങൾ മുമ്പേ അത് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്നും നമ്മൾ നോക്കില്ല, അവസാനം ഒരു പ്രശ്നം വരുമല്ലോ, അപ്പൊ ഇതെല്ലാം കുത്തിപ്പോക്കും. ഞാനാണ് ആ പൈസ ഇട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പോയിന്റ്സ്, ഇപ്പോൾ ആ സൈഡിൽ നിന്ന് അവർക്കൊരു പോയിന്റ്സ് പറയാണ്ടാവില്ല. ആ പോയിന്റ്സിൽ വരുന്നത് ഈ പൈസയൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു മുമ്പ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരാളുടെ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്തു, അത് എപ്പോഴും ആയിക്കോട്ടെ, ആ ഒരു കാര്യം ഞാൻ തിരിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ല. അത് ചെയ്യരുത്. അപ്പോൾ നമ്മളൊരു കാര്യം കൊടുക്കുകയാണ്, കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറയണ എനിക്ക് അത് തിരിച്ചു വേണം, അല്ലെങ്കിൽ നീ ആ സമയത്ത് നിനക്ക് ഞാൻ ചെയ്തു തന്നതല്ലേ എന്നുള്ളൊരു കണക്ക് ഞാൻ ഇതുവരെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം എന്ന് വെച്ചാൽ എന്നോട് ഒരാളിങ്ങനെ പറയാണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ അത് ചെയ്തു തന്നിട്ടില്ലേ, ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടില്ലല്ലോ, അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട്. അല്ലാണ്ട് ഒരാൾക്ക് നമ്മളൊരു ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ സിറ്റുവേഷൻ അപ്പം അങ്ങനെ ആയിരിക്കും. ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കുകയാണ് നിനക്ക് അന്ന് നീ ഒന്നുമില്ലാത്ത സമയത്ത് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ആർക്കും ചെയ്തു കൊടുക്കരുത്. എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞു കാണിക്കാനേ പറ്റില്ല. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ നല്ലൊരു ആളാണ്, നമ്മളൊരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം, നാളെ അത് നമുക്ക് കിട്ടും, അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അല്ലാണ്ട് ചുമ്മാ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യണല്ലോ എല്ലാം. അല്ലാണ്ട് പിന്നെ ഇതിന് ചോദിക്കേണ്ട ആവശ്യം എന്താ? ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, അത് കഴിഞ്ഞു, പിന്നെ ഭാവിയിൽ വേറൊരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് ചോദിച്ചു എല്ലാ കാര്യങ്ങളും തിരിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിലും, അതങ്ങനെ തീർന്നു. പിന്നെ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ് ലൈഫിൽ. ഒരു ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് യൂട്യൂബറൊക്കെ ആയി, ഒരുപാട് ഇങ്ങനെ വരുമാനം, ഒരുപാടല്ല എന്നാലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമായി. ഇനി എന്താ നിങ്ങളുടെ ഒരു ലക്ഷ്യമുള്ളത്? എന്താണ്? ഒരുപാട് ഇത്രയും കഷ്ടപ്പെട്ട് വളർന്നു വന്നിട്ടും നിങ്ങളെ പിന്നിൽ നിന്ന് ഒരുപാട് പേര് കുത്തി. വിഷ്വല ആ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിന് ഞാൻ ഒരിക്കലും ആരും കുറ്റം പറയണില്ല. പിന്നീന്ന് എന്നെ കുത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒന്നും നിൽക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം തൊട്ട് നമുക്കൊരു വാശിയായി, നമുക്ക് നമ്മളേ ഉള്ളൂ, വേറൊരാളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വേറെ ആരുടെയും കാര്യം നോക്കിക്കൊണ്ട് കാര്യമില്ല, നമുക്ക് എന്താ വെച്ചാൽ ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു വീട് വെക്കണം. ഇപ്പം എൻ്റെ ആയാലും ഇവളുടെ ആയാലും അമ്മൻ്റെ ആയാലും ഒരു പ്ലാൻ. സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു വീട് വേണം. ഇപ്പോൾ ആ വീട്ടിൽ അച്ഛനാണ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ പോയി എന്തായാലും അവിടെ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറാനുള്ളൊരു പ്ലാനില്ല. പിന്നെ അടുത്ത പ്ലാൻ എന്ന് പറയുന്ന ഒരു വീടാണ്. വീടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അമ്മക്കൊരു സർപ്രൈസ് അല്ലേ? സർപ്രൈസ് ആയിട്ട് വീട് ഞാൻ പ്ലാൻ ചെയ്യണത്. എല്ലാം നടക്കട്ടെ അതൊക്കെ. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, മിക്കിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഞാൻ നേരത്തെ വിട്ടുപോയതാ. പാമ്പിനെ തോളത്തിട്ടിട്ട്, പാമ്പിന് ഇത്രയും പേടിക്കുന്ന ഒരാളെങ്ങനെയാണ് ആ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട്? അത് പച്ചക്ക് പച്ചയുടെ മേലെ പാമ്പിനെ ആളിട്ടിട്ട് ഞാനിങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആള് ഡയറക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ കിഷോറിന്റെ മേലെ ഇടുന്നാണ് വിചാരിച്ചത്. ഞാൻ നെട്ടിത്തെറിച്ചു. ശരിക്കും ആൾ എന്റെ മേലെ കൊണ്ടിട്ടു. ഞാൻ ശരിക്കും അങ്ങനെ ഷോക്ക് ആയിരുന്നു. ഞാൻ പേടിച്ചു. ആ വീട് തന്നെ ഉണ്ട്, ഞാൻ പേടിച്ചു നിന്നു. പക്ഷെ നല്ല വ്യൂസും കയറി. അതിന് നന്നായിട്ട് വ്യൂസ്. കാരണം അതില് ആരും എക്സ്പ്രഷൻ ഇട്ട് ചിരിക്കുന്നതിന് എന്റെ എക്സ്പ്രഷൻ ചിരിയാണോ അത് കരച്ചിലാണോ എന്ന് അറിയണില്ല. അങ്ങനെയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പൊ ആ പേടി മാറിയോ? ഇല്ല, പേടിയുണ്ട്, പേടിയുണ്ട്. പേടി മാറി. പക്ഷെ പെട്ടെന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്ട് കാണുമ്പോ ഓട്ടോമാറ്റിക്കലി പേടിക്കും. അങ്ങനെ അതായത് നല്ല വീഡിയോ ആയിരുന്നു അത്. ഇപ്പോൾ ലൈഫിൽ ഇനി ലാസ്റ്റ് ചോദിക്കണ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയണെങ്കിൽ, എനിക്ക് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയണെങ്കിൽ ഈ ടാറ്റു അടിച്ചിട്ട് ഞാൻ ഇവളെ കൊണ്ട് കാണിച്ചില്ലേ, ആ ഒരു മൊമെന്റ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇവളെ എൻ്റെ അടുത്ത് കരച്ചിലായിരുന്നു, മെയിൻലി കരച്ചിലായിരുന്നു. അതിൻ്റെ ഇടയിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കരച്ചിലിൽ അവള് വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു സംഭവം ഭയങ്കര സെറ്റപ്പായിരുന്നു. ഒന്നുമില്ല, അത് വേറെ കാര്യം, അത് പറയാൻ പറ്റില്ല, പുറത്തറിയാൻ പറ്റില്ല. എനിക്ക് എന്റെ ഹാപ്പിയസ്റ്റ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ പച്ച ഇത്രയും വേദന സഹിച്ച്, ഈ ഒരു ദിവസം വേദന സഹിച്ച് പച്ച എനിക്ക് വേണ്ടി ഇങ്ങനെ ടാറ്റു ചെയ്തില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ്
ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. ഇതിന് മുന്നേ ഇഷ്ടമായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ അങ്ങനെയല്ല, രണ്ടുപേരുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതാണ് ലൈഫിൽ. കാരണം പിന്നെ അതല്ലാണ്ട് ഞങ്ങളെ കുറെ പേര് പിരിക്കാൻ നോക്കി. ഈ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നല്ല സ്നേഹത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷൻ എനിക്ക് നേരത്തെ മനസ്സിലായി. പക്ഷെ അത് പച്ചയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പച്ചനെ വേണം വെച്ച് വെട്ടി. അത് കഴിഞ്ഞ് പച്ച തിരിച്ചു അതുപോലെ തന്നെ ചെയ്തു. പച്ച ചോദിച്ചു, അപ്പൊ തന്നെ ചോദിച്ചു, സ്പോട്ടിൽ ചോദിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് എന്നെയും വെട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പച്ചനോട് പറയണത്, ഇന്നൊരാള് എൻ്റെ അടുത്ത് ഇങ്ങനെ ലുഡോ കളിച്ചിട്ട് ഞാൻ വെട്ടിയല്ലോ പച്ചനെ. അപ്പോൾ ഇതേ സ്ഥാനത്ത് അവരാണെങ്കിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഭയങ്കര സീൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പച്ചയോട് പറഞ്ഞു, പച്ച എന്ത് ഇങ്ങനെ അവര് പറയണത്, നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ, ഇവരെന്തിനും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ സമയത്ത് അവരുടെ പച്ചയ്ക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം, ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അതുകൊണ്ട് എന്നെയായിരുന്നു പച്ചനെ അത് ചെയ്തത് ശരിയായില്ല എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നീട് മനസ്സിലായി, എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞതായിരുന്നു കറക്റ്റ്. കാരണം അവർ നമ്മളെ ഇഷ്ടമല്ലാണ്ട്, ഐ മീൻ നമ്മൾ രണ്ടുപേരും കൂടി അങ്ങനെ എന്തോന്ന് എനിക്ക് അപ്പളേ കുറെ കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അവസാനമായപ്പോ ഫുൾ ടാർഗറ്റ് ഇവിടേക്കാ പോണേ. എന്നുവെച്ചാൽ നീ പറയണം, നീ പറഞ്ഞില്ലെങ്കിൽ അവള് വഷളായി പോവും. നീ പറയേണ്ട രീതിയിൽ പറയണം. പറയേണ്ട രീതി എന്ന് പറയുന്നത് ഒന്നില്ലേ തല്ലണം, അങ്ങനത്തെ ഒരു രീതിയാണ് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ കുറെ അങ്ങ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ ഏതോ രീതിക്കാണ് ഇവർ കൊണ്ടുപോകണത്. അപ്പം ഞാൻ ടാർഗറ്റിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അവൾ അങ്ങനെ തന്നെ ആയിരിക്കും, അവൾക്ക് മാറാനൊന്നും പറ്റില്ല, എനിക്ക് മാറ്റണമെന്ന് വലിയ ആഗ്രഹമില്ല, ഇതിവിടെ വെച്ച് നിർത്താന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിയതാണ് ഇത് മൊത്തം. അതോടെ ഞാൻ ഇപ്പൊ സെറ്റായി. അതാണ് നമ്മൾ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് തന്നെ പറയും. ഞാൻ ഒരിക്കലും ഇവളെ ഞാൻ സപ്പോർട്ട് ചെയ്യേയില്ല. അങ്ങനെയായിരുന്നു കുറെ നാള്. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് പോലും എല്ലാവരും പറഞ്ഞു നടക്കണം, മിക്കീനെ എപ്പോഴും പച്ച സപ്പോർട്ട് ചെയ്യും, മിക്കീനെ എപ്പോഴും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ ഇന്നേ വരെ. തെറ്റില്ലെങ്കിൽ കൂടെ നിൽക്കും, കൂടെ നിൽക്കില്ല എന്നല്ല, എപ്പോഴും കൂടെ നിൽക്കും. പക്ഷേ തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും. പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് എന്തുവാ, ഇങ്ങനെ പച്ച എപ്പോഴും മിക്കിനെ തന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നുള്ള രീതിയാണ് പറയണത് എല്ലാവരും. ശരി, കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ എന്നെ പോലെ ഒന്നും ആവല്ലേ, ഇവളെ പോലെ ആവണ സൂപ്പറാ, എന്നെ പോലെ ആവല്ലേ, പാത്രം കഴുകേണ്ടി വരും. അല്ല, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. അതൊന്നും വലിയ പണിയല്ല. ഞാൻ ഗോൾഡ് വർക്കിന് എൻ്റെ ഗോൾഡ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ പണിയല്ല. വീട്ടിലെ പണി മാത്രമേ ഉള്ളൂ. ഞാൻ വാർക്കപ്പണിക്ക് വരെ പോയിട്ടുണ്ട്, അതിലും വലുതൊന്നുമല്ല ഇത്. അപ്പം അതുകൊണ്ട് എനിക്ക് വിഷയമല്ല. കല്യാണം കഴിയണ ആ ഒരു സമയത്ത് കൊറോണ ആയിട്ട് കുറേ നാൾ വർക്ക് നിർത്തിവെച്ച്. ആ സമയത്ത് എല്ലാ പണിക്കും പോകണം. അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട് ടാപ്പിങ്ങിൻ്റെ ആൾക്കാരില്ലേ, അതിലൂടെ മറ്റേ പ്ലാസ്റ്റിക് ഇടൂലേ, അതിൽ കൊണ്ടാക്കി. അവിടെ നിന്ന് നല്ല ശമ്പളം കേട്ടോ. പക്ഷേ ഒരു ദിവസം 1200 അതിൻ്റെ അടുത്തൊക്കെ കിട്ടും. അത് നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമുക്കിങ്ങനെ മരം ഇങ്ങനെ ചൊല്ലി കൊടുത്താൽ മതി. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും, എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അവനെ ഞാനും ഞങ്ങൾ ഡെയിലി പോകും, ബൈക്ക് കൊടുത്ത് പോകും. ഒരു ദിവസം ബൈക്ക് എടുക്കുന്നു, ഒരു ദിവസം ഞാൻ എടുക്കുന്നു. ആഴ്ചയിലാകുമ്പോൾ ഒരു 7000-8000 ശമ്പളമാണ്. അത് എല്ലാ പരിപാടിക്കും പോയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പരിപാടിക്കും പോയിട്ടുണ്ട്. മറ്റേ വാർക്കപ്പണി തന്നെ കോൺക്രീറ്റ് കൂട്ടും, മറ്റേ കുളം കെട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം ഫ്രണ്ട്സാണ്. നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിലാണ് എല്ലാം പോണത്. എല്ലാം അങ്ങനെ പോണതുകൊണ്ട് നമുക്ക് വലിയ സ്ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓരോ ഷോപ്പുകൾ മറ്റേ പുതിയതായിട്ട് കിട്ടില്ലേ, അവിടെ പോയിട്ട് മറ്റേ ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സായിട്ടേ പോവുള്ളൂ, പുറത്തങ്ങനെ വർക്കിനൊന്നും പോവില്ല. പിന്നെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്, വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യും, ബാത്റൂമില്ലേ, ബാത്റൂം സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് വരെ പോയിട്ടുണ്ട്. ആ ഒരു സമയം അങ്ങനെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണം, പൈസ ഇല്ലെങ്കിൽ പ്രശ്നമായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. കല്യാണത്തിന് മുന്നേ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇതന്നെ, അപ്പോഴേക്കും കൊറോണ എല്ലാം ഏകദേശം കഴിഞ്ഞ് പിന്നെ വർക്കിന് പോകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ഇവൾക്കെല്ലാം അറിയാം. പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിനും വിട്ടിട്ടില്ല, അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ വിട്ടിട്ടില്ല. അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോണ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ പൈസ ഇല്ലാണ്ട്
മൊത്തത്തിൽ ഇരുന്നൊരു സിറ്റുവേഷൻ ഇല്ല. ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഒക്കെ അതൊക്കെ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാണ്ടിരുന്നുണ്ട് ഞങ്ങള്. കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് 100 രൂപ കടം മേടിച്ചിട്ട് 100 അല്ല 500. കടം മേടിച്ച് കേക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കേക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ കേക്കിന്റെ ഒരു സൈഡില്ല. അത് സൈഡിലേക്ക് നീങ്ങിയിട്ട് മറ്റേ ആ പെട്ടിയിൽ തട്ടിയിട്ട് പോയി പകുതി. അന്ന് കരഞ്ഞിരുന്ന് മുറിച്ചൊരു ദിവസമുണ്ട്. രണ്ടുപേരും സീനായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം എല്ലാം മാറി. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അതെ, ആ ഒരു കേക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇന്നത്തെ ഇപ്പോഴുള്ള വെഡിങ് ആനിവേഴ്സറി എങ്ങനെയാണ്? ഇപ്പൊ പ്രശ്നമേ ഇല്ല നമുക്ക്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ എന്റെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നാ ഡയമണ്ടിന്റെ മോതിരം എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കഴിഞ്ഞ വളർച്ചയാണ് നമ്മൾ കാണേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഒരാളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ എത്താം. സപ്പോർട്ട് ചെയ്യാൻ ആള് വേണം. എനിക്ക് കല്യാണം കഴിഞ്ഞ വരെ വേറെ ആരും വലിയ സപ്പോർട്ടില്ല. അമ്മയുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഒരു പരിധിയുണ്ട്. അമ്മയ്ക്ക് പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ കൂടെയാണ് വർക്കിന് പോണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവള് വന്നേ പിന്നെ ഇവള് ലവ് ചെയ്യുന്ന സമയം തൊട്ട് ഫോൺ വാങ്ങിക്കാൻ ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട് ഇവളിൽ നിന്ന്. അങ്ങനെ കുറേ കാര്യങ്ങൾ, എൻ്റെ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവളിൽ നിന്ന് പൈസ മേടിക്കും. വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റുന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് പൈസ കിട്ടും. വീട്ടുകാരൊക്കെ അറിയട്ടെ. ഇല്ല, എനിക്ക് അമ്മ എനിക്ക് പൈസയൊക്കെ തരാറുണ്ട്. അപ്പൊ ഞാൻ ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഞാൻ കൊടുക്കും. അമ്മ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പറയും, എൻ്റെ നിന്ന് കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചോ, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാന്ന്. അപ്പൊ ഇവള് എന്ത് ചെയ്യും, അമ്മൻ്റെ അടിച്ചു മാറ്റും. ഇവരിങ്ങനെയാണ്. ഇത് അച്ഛൻ്റെ ഇങ്ങനെ പോവും, അവളെടുത്ത് അപ്പുറത്തേക്ക്. ലാസ്റ്റ് നോക്കുമ്പോൾ നിറയെ പൈസ. എനിക്ക് ഇത്ര 10,000-11,000 രൂപ എത്ര തന്നിട്ടുണ്ട് ഇവള്. ഇത്രയും പൈസ അടിച്ചു മാറ്റാന്ന് പറയുമ്പോ ഇവിടെ അച്ഛൻ ആരായിരിക്കും? അച്ഛന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അത് അമ്മക്ക് കൊടുക്കും. അമ്മ എടുത്ത് വയ്ക്കും. അമ്മ എടുത്ത് വയ്ക്കുമ്പോ ഈ ഒരു 60-65 ആണ്. ഈ 65 എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. അപ്പൊ 65 എടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി ഇതാണ് മിക്കയെ പോലുള്ളൊരു ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം അല്ലെ? കാമുകനായാലും കാമുകനാണെങ്കിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അത് ലാസ്റ്റ് നടക്കോ ഇല്ലോ നമുക്ക് അറിയില്ല. നടക്കുന്ന ബന്ധങ്ങളാണെങ്കിലും സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെ മുൻകൂട്ടി കാണും? അത് ശരിയാ, അതും പ്രശ്നമാണ്. എന്നാലും അവർക്ക് സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ എങ്ങോട്ടാ പോക്കുന്നു. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി. എന്നാലും ഫിനാൻഷ്യലി ഒക്കെ മിക്കി സപ്പോർട്ട് ചെയ്തു, തിരിച്ചങ്ങോട്ട് അങ്ങനെ ഒരു എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് മിക്കിയെ പോലുള്ളൊരു അങ്ങനെ ഒരു വലിയൊരു സെറ്റപ്പ് വന്നു. എനിക്ക് പക്ഷെ ആ ടൈമിലടക്കം പച്ചക്ക് പൈസ ഇല്ലാഞ്ഞിട്ടടക്കം എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഷൂ എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ എനിക്ക് തിരിച്ചും ചെയ്ത് തന്നിട്ടുണ്ട്. ഇല്ല, പക്ഷെ അപ്പച്ചക്ക് ആ സമയത്ത് ആ പൈസ വലുത് തന്നെയാണ്. കാരണം ഒരു 3000 എനിക്ക് എല്ലാത്തിനും ഭയങ്കര വാല്യൂ ആണ്. കാരണം എല്ലാം പൈസ കൊടുത്ത് പച്ച ഒറ്റയ്ക്ക് എന്തൊക്കെ ഉണ്ടോ അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും പച്ച സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ അത് വണ്ടി ആണെങ്കിലും ഫോണാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം പച്ച ഒറ്റയ്ക്ക് മേടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ കല്യാണത്തിന് മുമ്പ് പച്ച ഞങ്ങൾക്കായിട്ടൊരു സെപ്പറേറ്റ് റൂം പച്ച എന്താ പറയുക കല്യാണത്തിന് മുമ്പ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് എന്നെ വിളിച്ചിട്ട് വന്നത്. മുമ്പ് ഐ മീൻ ബാത്റൂമിന്റെ പണി കഴിഞ്ഞ മുന്നാണ് വിളിച്ചോണ്ട് വന്നത്. അത് എനിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാത്റൂം വീട്ടുകാർ പറഞ്ഞു വീട് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഒരു സൈഡിലൊരു റൂം എടുത്ത് ഇതിനു വേണ്ടി മാത്രം, വീട് അവിടെ ഇരിക്കട്ടെ, സൈഡിലൊരു റൂം എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്യാന്ന് കമ്പനിക്കാരനെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് അവസാനം എത്തിയപ്പോഴേക്കും ഇവിടെ അങ്ങനെ സിറ്റുവേഷൻ ആയി. 1 കൊല്ലമായി കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് പച്ചയുടെ മൈൻഡും, കാരണം പച്ച എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ, കാരണം ഒരു റൂമും ഇതും അതും പച്ച ആ ഒരു പൈസ വെച്ചിട്ട് ഇത്രയും ചെയ്ത് തന്നല്ലോ എനിക്ക് വേണ്ടിട്ട്. രണ്ടും കൂടി നോക്കിയപ്പോ എനിക്ക് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ആർക്കും ഞാൻ തോന്നിയില്ല, കാരണം എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. അത് നന്നായി. അപ്പൊ ലാസ്റ്റ് ഒരു കാര്യം കൂടി ചോദിച്ച് നിർത്തുവാണ്. മിക്കിക്ക് ഒരിക്കൽ പോലും പച്ചക്ക് ഇങ്ങനെ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് വേറെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വന്ന് കാണുമല്ലോ ലൈഫിലേക്ക് ഇങ്ങനെ ക്രഷ് ഒക്കെ പറഞ്ഞിട്ട്, ഒരിക്കൽ പോലും പച്ചയെ വിടാൻ തോന്നിയിട്ടില്ല ഇങ്ങനെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പോഴും? ഇല്ല, എനിക്ക് അങ്ങനെ പണ്ട് ഇല്ല, എനിക്ക് അങ്ങനെ എന്താ പറയാ അങ്ങനെ ആരും വന്നിട്ടില്ല തോന്നുന്നു. ഇങ്ങനെ അധ്വാനിക്കുന്ന കണ്ടപ്പോ സന്തോഷം. ഞാൻ അല്ല പച്ച വന്ന പിന്നെ അങ്ങനെയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. ഐ മീൻ എന്നോട് ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുത്താലല്ലേ എൻ്റെ അടുത്ത് പറയുള്ളൂ. ഇങ്ങനെ സ്ട്രഗിൾ ഒക്കെ ആണ് എന്ന് അറിഞ്ഞപ്പോഴും ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഞങ്ങൾക്ക് എന്താ പറയാ ഒരുമിച്ച് സെറ്റ് ആക്കാം. ഐ മീൻ താഴത്ത് തന്നെ നമ്മൾ വളരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. സ്വന്തമായിട്ട് വീട് വെക്കണം, സ്വന്തമായിട്ട് എല്ലാം ചെയ്യണം. കാരണം സ്വന്തമായിട്ട് ഓൾറെഡി വീട് ഉണ്ടായതിനു ശേഷം അതും ഭയങ്കര ഡിഫറെന്റ് അല്ലേ.
ഐ മീൻ ഒരുമിച്ച് കയറുന്നതും അല്ലാണ്ട് കയറുന്നതും ഡിഫറെന്റ് അല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അഭിമാനത്തോട് പറയാം എല്ലാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നേടിയെടുത്തത്. ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തുണ്ടെങ്കിലും പണ്ടൊക്കെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഫോൺ വാങ്ങിയത് തന്നെ ഭയങ്കര സീനിലായിരുന്നു. ഇപ്പൊ അതൊന്നും വിഷയമല്ല. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ അറിയല്ല. ഒരു ഫോൺ വാങ്ങണമെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ഫോൺ മേടിച്ചത്. ഇപ്പൊ ആ ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു എൻ്റെ ആ സ്ട്രഗിളൊക്കെ കുറച്ച് കുറഞ്ഞു. ഇപ്പൊ ഹാപ്പിയാണ്. അമ്മയൊക്കെ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി, ഭയങ്കര ഹാപ്പി എല്ലാവരും. അല്ല ഇപ്പൊ ഇവളുടെ ഫാമിലിയാണ്, എന്റെ ഫാമിലിക്ക് ഭയങ്കര ഹാപ്പി. ഇപ്പം മിക്കിയുടെ ഫാമിലിക്കായാലും ഇപ്പൊ സന്തോഷമായിക്കാണ്, നല്ലൊരു പയ്യനെയാണ് കിട്ടിയത്. ഒരിക്കലും ഹസ്ബൻഡും വൈഫും തമ്മിൽ എപ്പോഴും നല്ലൊരു ബോണ്ട് തന്നെ ആയിരിക്കണം. ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല ആരെയാണെങ്കിലും. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും തിരിച്ചങ്ങനെ വിട്ടുകൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ലൈഫ് സെറ്റ് ആയിരിക്കും. ജാനിക്കുട്ടിയുടെ കൂടെ എന്നും കിഗോയുടെ മോളില് ജാനിക്കുട്ടിയുടെ കൂടെ എന്നും ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനൊക്കെ മിക്കി പോകുന്നതാണ്. അപ്പൊ മിക്കി എല്ലാം കണ്ടു പഠിക്കുകയാണെന്ന് ഒരു വീഡിയോയില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. അപ്പൊ പ്ലാൻ ഉണ്ടോ ഇനി നമുക്കൊരു ബേബി അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവോ? ഇപ്പൊ ഞങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നില്ല. ഐ മീൻ ഫിനാൻഷ്യലി ഒക്കെ നമുക്ക് വീടായിട്ട് ആരും നെഗറ്റീവ് പറയണ്ട. ഞങ്ങൾ അങ്ങനെ ഒരു മെന്റാലിറ്റി, കാരണം നോക്കും വളർത്തുമ്പോൾ നല്ല രീതിക്ക് വളർത്തണം എന്ന്, അല്ലാണ്ട് കഷ്ടപ്പാട് പച്ചനെ പോലെ അത്രയും കഷ്ടപ്പെട്ടിട്ട് വളർത്തണ്ടെന്ന് പറഞ്ഞിട്ടാ. നമ്മള് പച്ച അത്രയും കഷ്ടപ്പെട്ടല്ലേ വളർന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ വളർത്താനുള്ളൊരു ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഐ മീൻ സെറ്റ് ആയിട്ട് വളർത്താന്ന് പറഞ്ഞത്. ആൾക്കാർ ചോദിക്കില്ലേ ഇങ്ങനെ 4 വർഷമായിട്ട് ഇങ്ങനെ ചോദ്യങ്ങള് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കില്ലേ? പക്ഷെ നമ്മൾ അവര് ചോദിക്കണോണ്ട് നമ്മളൊരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കൊച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോവാം. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് ഒരു കുറവില്ലാണ്ട് പോകണം. അതാണ് ആഗ്രഹം. നമ്മളെ വളർന്നൊരു സിറ്റുവേഷനിൽ ആ കൊച്ചിനെയും കൂടി വളർത്തി ലാസ്റ്റ് ആ കൊച്ചു ഇതുപോലെ ഒരു ഇന്റർവ്യൂല് വന്നിട്ട് എന്റെ അച്ഛൻ കുറച്ച് സീനാണെന്ന് അത് പറ്റില്ല. അത് ഞാൻ പറയണ പോലെ എന്റെ കൊച്ചെന്തായാലും പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ കുട്ടികൾ കുറച്ചൊക്കെ കഷ്ടപ്പെടാൻ സ്ട്രഗിൾ ഉണ്ടാവും. ഞാൻ വളർന്നതിന്റെ പകുതി ഞാൻ എന്തായാലും കൊടുക്കും. അല്ലാണ്ട് എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാം വാങ്ങിച്ചു കൊടുത്താൽ വഷളാവും. ഇപ്പൊ ജാനീനെ കിഷോർ വളർത്തണ പോലെ ഞാനും എൻ്റെ കൊച്ചിനെ വളർത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര കെയറിങ് ആണ്. പക്ഷെ ആവശ്യമുള്ളവിടെ ചൂടാവും, ആവശ്യമില്ലാത്തവിടെ ഭയങ്കര കെയറിങ് ആണ്. അങ്ങനെയാണ് പോയിക്കൊണ്ട്. അതേപോലെ തന്നെ എനിക്ക് വളർത്തണം. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. അവന്റെ ഏജ് വെച്ചിട്ട് അവനൊരു കൊച്ചിനെ നോക്കാനുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവരെ ഇങ്ങനെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കൂടുതൽ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കും. ആദ്യം ഇവൾക്ക് എടുക്കുമ്പോഴൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു, വേദനയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഏകദേശം ഇങ്ങനെ ഓക്കെ വരുന്നത്. അപ്പൊ എല്ലാം കണ്ടു. ജാനിക്കുട്ടി ഒന്ന് വളരുന്നത് വരെ നിങ്ങൾ കാത്തേക്കാം. അതുവരെ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കിഷോറിന് 2ാമത്തെ കുട്ടിയാകുമ്പോ കിഷോറെ നീ നോക്കി വെച്ചോ, 2ാമത്തെ കുട്ടിയാകുമ്പോ നമ്മൾ അറിയാമില്ല. കിഷോറിന്റെ സ്വഭാവം വെച്ചിട്ട് വേഗമാകും. ഇത് കിഷോർ കാണുന്നുണ്ടാകുമല്ലോ അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോവാം. അപ്പൊ ഒരുപാട് നന്ദി. അപ്പൊ എല്ലാവർക്കും നന്ദി ഉണ്ട്. അപ്പൊ ബൈ ബൈ.